بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. قال الله عز وجل: يا من يرى ما في الضمير ويسمع أنت المعد لكل ما يتوقع. يا من يرجى في الشدائد كلها. يا من إليه المشتكى والمفزع. يا من خزائن رزقه في قولكم فإن الخير عندك أجمع. ما لي سوى فقري إليك وسيلة فبالافتقار إليك فقري أدفع. ما لي سوى قرعي لبابك حيلة فلئن رددت فأي باب أقرع. ومن الذي يدعو واهتف باسمه إن كان فضلك عن فقيرك يمنع. حاشا لجودك أن تقنط عاصيا فالفضل وجزل والمواهب وأوسع. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله. ഈ വേദി നിയന്ത്രിക്കുന്ന പ്രസിഡിയം അംഗങ്ങളായ ബഹുമാന്യർ കെ യു അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കെ കെ കുഞ്ഞാലി ഉസ്താദ്, ഖാദി അഹമ്മദ് മുസ്ലിയാർ, നാമത്ത് മമ്മൂട്ടി ഹാജി, എം കെ ഖാദർകുട്ടി മാസ്റ്റർ, വാഴിയിൽ മമ്മൂട്ടി ഹാജി, കടോളി കുഞ്ഞബ്ദുള്ള ഹാജി എന്നിവരെ, കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ മെമ്പർ ബഹുമാന്യരായ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ അവറുകളെ, ബഹുമാന്യരായ നമ്മുടെ ഓറുടെ പുതിയപ്പള അബ്ദുൽ മുസ്ലിയാർ അവറുകളെ, ഈ വേദിയിലിരിക്കുന്ന മറ്റു പണ്ഡിതന്മാരെ, പ്രമുഖരെ, സദസ്സിലുള്ള പണ്ഡിതന്മാരെ,
കാരണവന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, യുവ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പത്ത് 30 വർഷമായി നാദാപുരത്തും പരിസരത്തും വന്നും സംസാരിച്ചും പരിചയപ്പെട്ട ഈ കാലത്തിനിടക്ക് സുന്നി പ്രഭാഷണം നജീബ് മൗലവി എന്നിതുവരെ ഒരു നോട്ടീസ് ഇറങ്ങിയത് എനിക്കോർമ്മയില്ല. ഇക്കഴിഞ്ഞ 3 ദശകങ്ങളിലും സംസാരിച്ചിരുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹത്തായ ആശയങ്ങളും തനതായ സിദ്ധാന്തങ്ങളും ആദർശ തത്വങ്ങളും തന്നെയായിരുന്നു. പക്ഷെ ഈ പ്രസംഗത്തിന് സുന്നി പ്രഭാഷണം എന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതുതന്നെ ഇപ്പോഴത്തെ നാദാപുരത്തെ സാഹചര്യം, അവസ്ഥ വെളിവാക്കുന്നുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും സുന്നി എന്താണെന്ന്, സുന്നി സരണി എന്താണെന്ന് പ്രഭാഷണം നടത്തുകയും ചെയ്യേണ്ട ഒരു പരിതസ്ഥിതി ഈ പ്രദേശത്ത് കുറച്ച് മാസങ്ങളായി വന്നിരിക്കുന്നു. എന്റെ തലമുറയൊക്കെ കേട്ടുമാത്രം അറിയുന്ന, ഇന്നിവിടെ കൂടിയിട്ടുള്ള മിക്കവാറും പേർ ഓർമ്മയോടുകൂടെ പങ്കെടുക്കാനിടയില്ലാത്ത പ്രസിദ്ധമായ നാദാപുരം വാദപ്രതിവാദത്തിനു ശേഷം, ലാഘട്ട വാദപ്രതിവാദത്തിനു ശേഷം ഒരുപക്ഷെ ദശകങ്ങളോളം ഈ മണ്ണിലും പരിസരത്തും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായ ആശയക്കാരും സംഘക്കാരും അതേ പേര്. അപ്പൊ പഴയകാലത്തെ വാദപ്രതിവാദത്തിന് ശേഷം നമ്മുടെ ഈ പരിസരത്തും പ്രദേശത്തുമുള്ള ഏതെങ്കിലും മുക്കിലോ മൂലയിലോ പുതിയവരും പുതിയ ചിന്താഗതിക്കാരും ഉണ്ടെങ്കിൽ അവരുള്ള താവളങ്ങളിലും മേഖലകളിലും അവർ പ്രവർത്തിക്കുന്നു, പൊതുയോഗങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഫിത്നയും ഫസാദും ഉണ്ടാക്കുവാൻ പൊതുപരിപാടികളോ ഇസ്ലാഹി പ്രഭാഷണങ്ങളോ മുജാഹിദ് പ്രസംഗങ്ങളോ ഒന്നും നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അങ്ങനെ നടക്കാറുണ്ടായിരുന്നില്ല, ഒറ്റപ്പെട്ടല്ലാതെ. ഇപ്പോ കുറച്ചു കാലമായി വ്യക്തമായി തന്നെ ചേരിതിരിഞ്ഞ് പ്രസംഗവും ഖണ്ഡനവും മണ്ഡനവും ഈ രീതിയിൽ രംഗം വഷളായിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ, അല്ലെങ്കിൽ തന്നെ സമ്മേളനങ്ങളുടെയും വാർഷിക യോഗങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും പോസ്റ്ററുകൾ മാത്രം എവിടെയും നിറഞ്ഞു നിൽക്കുകയും അത്തരം പരിപാടികൾ ഒന്നിനു പുറകിൽ ഒന്നായി അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേളയിൽ സുന്നി പ്രഭാഷണം നാദാപുരത്ത് നജീബ് മൗലവി എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ ഒന്ന് കക്ഷി ചേരാൻ, ഒന്നുകൂടി രംഗം കലുഷമാക്കാൻ, വഷളാക്കാൻ
ഒരു പരിപാടി ഇവരും സംഘടിപ്പിക്കുന്നു എന്ന് ശുദ്ധഗതിക്കാർക്ക് തോന്നിയെന്ന് വരാം. വാസ്തവത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരെ, സുന്നി ആശയങ്ങൾക്കെതിരെ ബിദ്അത്തിന്റെ കക്ഷികളെയും അവരുടെ കുപ്രചരണങ്ങളെയും അവരുടെ പരിപാടികളെയും ന്യായത്തിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ ആശയപരമായി ഖണ്ഡിക്കുക എന്നത് സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമക്കും കീഴ്ഘടകങ്ങൾക്കും വെറുപ്പുള്ള കാര്യമല്ല, അവരുടെ അജണ്ടയിലുള്ള വിഷയം തന്നെയാണ്. പക്ഷെ ആവശ്യമുള്ളപ്പോൾ, ആവശ്യമുള്ളിടത്തെ അവരത്തരം സംഗതികളൊക്കെ നടത്താറുണ്ട്. ഇതുതന്നെയാണ് ഈ പ്രദേശത്തും സുന്നി പ്രഭാഷണം ഇതുപോലെ സംഘടിപ്പിക്കുവാൻ ഇപ്പോൾ നിമിത്തം. ഇവിടെ നടന്ന 2-3 പ്രഭാഷണങ്ങൾക്കിടയിൽ വീണ്ടും ഒരു സുന്നി പ്രഭാഷണം എന്ന് കേൾക്കുമ്പോൾ നടന്ന ഏതെങ്കിലും പ്രസംഗങ്ങളെ അല്ലെങ്കിൽ പ്രഭാഷണത്തിലെ വിഷയങ്ങളെ ഖണ്ഡിക്കുവാനാണ് ഈ പ്രഭാഷണം എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഖണ്ഡിക്കുന്നിടത്ത് നിന്ന് വിഷയം ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. കാരണം ആശയപരമായ ഖണ്ഡന മണ്ഡനങ്ങൾ പ്രബോധന രംഗത്ത് സ്വാഭാവികമാണ്. പ്രാസ്ഥാനിക രംഗത്ത് ഇത്തരം സംവാദങ്ങൾ ആവശ്യമാണ്. ദീനിനെ സംബന്ധിച്ചിടത്തോളം വെളിച്ചം നൽകും, തെളിച്ചം നൽകും അത്തരം സംവാദങ്ങൾ. പക്ഷേ ആശയപരമായ സംവാദങ്ങളിൽ നിന്ന് വിട്ട്, ദീനീയ സംവാദങ്ങളിൽ നിന്ന് വിട്ട്, പ്രാസ്ഥാനിക സംവാദങ്ങളിൽ നിന്ന് വിട്ട് വ്യക്തിഹത്യയിലേക്കും വ്യക്തിപരമായ പ്രത്യാരോപണങ്ങളിലേക്കും ഇവിടുത്തെ പ്രഭാഷണങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അനുഭവസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതൊരു കച്ചവടം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പരിപാടികളാണെന്ന് സാധാരണ ജനങ്ങൾക്കൊക്കെ ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിലും നാട്ടിലുമൊക്കെ കച്ചവടം ചെയ്യാൻ കുറെ കാസറ്റുകൾ വേണം. അത് ആളുകൾക്ക് ഇഷ്ടമുള്ളതും ആളുകൾ രസിക്കുന്നതും ആളുകളെ രസിപ്പിക്കുന്നതുമാകണം. അതിനൊരൽപ്പം എരിവും പുളിവും കിട്ടണം. അത് വേണമെങ്കിൽ പ്രകോപനപരമാകണം, വികാരപരമാകണം, വ്യക്തിപരമാകണം, വ്യക്തിഹത്യയിലെത്തണം എന്ന് മനസ്സിലാക്കിയിട്ട് തീർത്തും ആശയപരമായ സംവാദങ്ങളിൽ നിന്നും ആശയപരമായ വാഗ്വാദങ്ങളിൽ നിന്നും മാറി വ്യക്തിഹത്യയിലേക്കും സ്വഭാവഹത്യയിലേക്കും ഒരാളുടെ നാട്ടിൽ ചെന്ന് മറ്റൊരാൾ പറയുക, അയാളുടെ നാട്ടിൽ വന്ന് തിരിച്ച് മറ്റേയാൾ പറയുക, പരസ്പരമുള്ള വൈരവും ഊർഷ്ഠതയും തീർക്കുക, പകയും ശത്രുതയും പോക്കാൻ വേദിയൊരുക്കുക, ജനങ്ങളെ ഇതിനൊക്കെ കരുവാക്കുക എന്നിടത്താണ് ഇപ്പോൾ ഇവിടെ പ്രസംഗം എത്തി നിൽക്കുന്നതെന്ന് ഈ പ്രദേശത്തുകാർ മാത്രമല്ല, ഇത് പൊതുവെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മലയാളികളൊക്കെയും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിലക്ക് അതിലൊന്നുകൂടി കക്ഷി ചേർന്ന് അതിലെ വിഷയങ്ങളെയോ പരാമർശങ്ങളെയോ ഖണ്ഡിക്കുവാൻ ഉണ്ടാക്കപ്പെട്ട ഒരു പരിപാടിയല്ല ഇത്. ഖണ്ഡിക്കുവാൻ പേടിയുണ്ടായിട്ടല്ല, ഖണ്ഡനത്തിനും സംവാദത്തിനും വാദപ്രതിവാദത്തിനും ആരോഗ്യപരമായ സംഘടനാപരമായ മറ്റെന്തു സംഗതികൾക്കും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും ശരിക്കും സജ്ജമാണ്, എപ്പോഴും ഒരുക്കവുമാണ്. ഖണ്ഡനത്തിൽ ഏറ്റവും നല്ലതും ജനങ്ങളിലേക്ക് വിഷയം ഇറങ്ങാതെ, ജനങ്ങളെ കുഴപ്പത്തിലാക്കാതെ, അവരെ തെറ്റിദ്ധാരണയിലകപ്പെടുത്താതെ, അവരിലുള്ള വിശ്വാസവും നഷ്ടപ്പെടുത്തി ഏതെങ്കിലും തരത്തിലുള്ള സന്ദേഹങ്ങൾ അവരിൽ സൃഷ്ടിക്കാതെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നല്ലതും തർക്കമുള്ള കക്ഷികൾ ഒന്നിച്ചിരുന്ന് പ്രസംഗിക്കാതെ, കൂടുതൽ പ്രസംഗത്തിന് അവസരം നൽകാതെ, തൊണ്ട കീറാൻ അനുവദിക്കാതെ ചോദ്യോത്തര രൂപത്തിൽ കാര്യങ്ങൾ വേഗം പറഞ്ഞു മനസ്സിലാക്കുന്നതായിരിക്കും.
പ്രസംഗമായാൽ ആർക്കും ഇടപെടാൻ വയ്യ, സദസ്യർക്ക് ഇടപെടാൻ വയ്യ, സംശയാലുക്കൾക്ക് പെട്ടെന്ന് ഇടപെടാൻ വയ്യ, ഇതര സംഘടനക്കാർക്ക് ഇടപെടാൻ വയ്യ. ഈ വിഷമങ്ങൾ ഉള്ളതുകൊണ്ട് മനസ്സിലാക്കി വെച്ച, പാടിപ്പടിച്ചു വെച്ച ഓരോന്ന് വന്ന് മണിക്കൂറുകളോളം സംസാരിക്കാനും ആളുകളെ വട്ടം കറക്കാനും സംസാരിക്കുന്നവർക്ക് കഴിയും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏതെങ്കിലും നിലയിൽ ഗുണകാംക്ഷികളായിട്ടുള്ളവർ ഈ പ്രദേശത്തുള്ള ഏതു സംഘടനക്കാർ, മുസ്ലിമീങ്ങളെ ഐക്യത്തിലാക്കാൻ രാഷ്ട്രീയ സംഘടനകളുണ്ട്, മുസ്ലിങ്ങളിൽ ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന സാംസ്കാരിക സംഘടനകളുണ്ട്, മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിവിധ തരത്തിലുള്ള ചിന്താഗതിക്കാർ സമ്മേളിച്ചിട്ടുള്ള ഒട്ടുവളരെ സംഘങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇവിടെയുണ്ട്. അതിനൊക്കെയും ഘടകങ്ങളും നമ്മുടെ നാദാപുരത്തിന്റെ മണ്ണിലുമുണ്ട്. അവർ തന്നെ മുന്നിട്ടിറങ്ങി കുഴപ്പമില്ലാത്ത രീതിയിൽ കക്ഷികളിലെ പണ്ഡിതന്മാരെ ഒന്നിച്ചിരുത്തിയിട്ട് സംസാരിപ്പിക്കുകയും അവർക്ക് തർക്കമുള്ള വിഷയങ്ങൾ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാക്കാൻ എളുപ്പമാകുന്ന രീതിയിൽ പരസ്യമായി തെറ്റിദ്ധരിപ്പിക്കുവാനും വെറുതെ കള്ളക്കളികൾ നടത്തുവാനും ഇടം കൊടുക്കാതെ വ്യക്തമായും ആളുകൾക്ക് തിരിയുന്ന വിധത്തിൽ പരസ്യമായിട്ടുള്ള സംവാദങ്ങൾ എപ്പോഴും ആരോഗ്യകരമായിരിക്കും. അത് പ്രശ്നമുണ്ടാക്കലല്ല, പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ശരിയായ പരിഹാരമാർഗമായിരിക്കും. അതിനേതെങ്കിലും സന്നദ്ധ സംഘടനകളോ ഏതെങ്കിലും സാംസ്കാരിക സംഘടനകളോ അല്ലെങ്കിൽ മതസംഘടനകൾ തന്നെയോ രംഗത്ത് വന്നാൽ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായും ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളും അതിനെന്നും തയ്യാറാണ് എന്ന് ഏത് വേദികളിൽ വെച്ചും നമ്മൾ നിരന്തരം പറയാറുള്ളതാണ്. ഈ വേദിയിലും അത് ആവർത്തിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഉദ്ദേശം ഏതാനും മാസങ്ങളായി നമ്മുടെ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഖണ്ഡനമണ്ഡലങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങൾക്കുള്ളവായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ, ആശയപരമായിട്ടുള്ള വല്ല വ്യതിയാനങ്ങളും ആർക്കെങ്കിലും വരാൻ ഭാവമുള്ള രീതിയിൽ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ആയത്തുകളും ഹദീസുകളും ഈണത്തിൽ ഓതുന്നത് കേട്ട് പരിഭാഷപ്പെടുത്തുന്നത് കേട്ട് പെട്ടെന്ന് ശബ്ദത്തിലോ ശബ്ദത്തിന്റെ സൗകുമാര്യത്തിലോ വഞ്ചിതരായിട്ടുള്ള ഏതെങ്കിലും സാധാരണക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതിയും നയവും സുന്നി സരണിയും എന്തെന്ന് വ്യക്തമാക്കുക മാത്രമാണ് ഇന്നും നാളെയും നടക്കുന്ന ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ശബ്ദിക്കാനും സത്യം ആളുകൾക്ക് പകർന്നു നൽകാനും ആളുകളിൽ നിന്ന് ഉയരാനും വേദിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സദസ്സിൽ നിന്ന് നമുക്കൊക്കെയും മനസ്സിലാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സരണി നേരാംവണ്ണം മനസ്സിലാക്കിയാൽ, വസ്തുനിഷ്ഠമായി വിലയിരുത്തിയാൽ ഏതു സാധാരണക്കാരനും തെറ്റാതെ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ ഇടവരാതെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി ഈ ലോകത്ത് ഇസ്ലാം പ്രബോധനം ചെയ്തിട്ട് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള മുസ്ലിം തലമുറ, സ്വഹാബത്ത് എന്ന് നാം ആദരവോടുകൂടെ വിളിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സഖാക്കൾ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാർ, ഈ സ്വഹാബത്ത് മുതൽക്ക് ഇന്നുവരെ നിലനിന്നു വരുന്ന പരമ്പരാഗതമായ വഴി ഏതാണോ, പരമ്പരാഗതമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വിഭാഗം ഏതാണോ, ഈ വിഭാഗമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നും സുന്നികളിൽ നിന്ന് വിളിക്കപ്പെടുന്നവർ എന്ന് എല്ലാവർക്കും കൂടുതൽ ആലോചിക്കാതെ തന്നെ മനസ്സിലാക്കുവാൻ പറ്റും. മുസ്ലിങ്ങൾ എന്ന സ്വതേ പേരിൽ, മുസ്ലിങ്ങൾ എന്ന പരിശുദ്ധ ഖുർആൻ പേര് വെച്ച, തൗറാത്തിലും ഇഞ്ചീലിലും വെച്ച പേരിൽ വേറെ ഒരു വിവേചക നാമവുമില്ലാതെ പറഞ്ഞാൽ തിരിയുന്ന വിഭാഗം പരമ്പരാഗതമായി ഒരേ വഴിക്ക് വരുന്നവരാണ്. ഈ വഴിയിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ ഇടക്കാലത്ത് വെച്ച് ഒറ്റപ്പെട്ടാവട്ടെ സംഘടിതമാകട്ടെ തെറിച്ചു പോവുകയും തറവാടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുമ്പോഴൊക്കെ തറവാട്ടുകാർ അവർക്കൊരു പുതിയ നാമം നൽകും, അവരെ അറിയപ്പെടാൻ. എങ്ങനെ തിരിച്ചാലും മറിച്ചാലും അവരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ നൽകപ്പെടുന്ന നാമത്തിലാണ് ചരിത്രം അവരെ വിളിക്കുക.
ആ നാമത്തിൽ പറഞ്ഞാലേ അവരാളുകൾക്ക് എക്കാലത്തും മനസ്സിലാക്കാൻ കഴിയും. ഈ വിധമുള്ള ഒരു നാമം തറവാട്ടുകാർ ഇങ്ങനെ പിരിഞ്ഞു പോകുന്നവർക്ക് നൽകുകയും ചെയ്യും. സാധാരണ കുടുംബ തറവാടിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരെ പോലെയല്ല. കുടുംബ തറവാടിൽ നിന്ന് പിരിഞ്ഞ് എവിടെ മാറിയാലും ആ തറവാട് നാമം പഴയ കാലത്ത് ആ കുടുംബത്തിൽ താമസിച്ചിരുന്ന എല്ലാവർക്കും ഉണ്ടാകും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന തറവാട്ടിൽ ജീവിച്ചവരുടെ സ്ഥിതി ഇതല്ല. അത് ദീനിന്റെ പ്രത്യേകതയാവാം, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രത്യേകതയാവാം. ആ തറവാട്ടിൽ ഇരിക്കുമ്പോൾ ആ തറവാട്ടുകാരായി ഏത് വിഭാഗത്തെയും എങ്ങോട്ട് മാറിയാലും, ഏത് പ്രദേശത്തായാലും, ഏത് രാഷ്ട്രത്തിലായാലും അവരെയൊക്കെ ഉൾക്കൊള്ളുവാൻ പറ്റിയ നാമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ നാമത്തിലാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ മുസ്ലിമൂൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന പേരിൽ അല്ലാഹുവും റസൂലും പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ വിഭാഗം ഏത് നാട്ടിൽ, ഏത് പ്രദേശത്ത്, ഏതു കാലത്തും അതേ വിഭാഗമായി തന്നെ അറിയപ്പെടും. അവർക്കിടയിൽ ഭിന്നിപ്പുകളുണ്ടായാലും അഭിപ്രായ വീക്ഷണങ്ങളുണ്ടായാലും വ്യത്യാസങ്ങളുണ്ടായാലും ഇത് തന്നെ അവർ വിളിക്കപ്പെടും. എത്ര നൂറ്റാണ്ടുകളായി ശാഫിഇകൾ, ഹനഫികൾ, മാലിക്കികൾ, ഹംബലികൾ എന്നിങ്ങനെ 4 കർമ്മശാസ്ത്ര ശാഖകളായി തിരിഞ്ഞിട്ട് ആ ശാഖകളിലൂടെ വഴിപിരിഞ്ഞ് സഞ്ചരിക്കുന്ന വിഭാഗം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന തറവാട്ടിൽ കുടുംബത്തിൽ താമസിക്കുന്നു. നൂറ്റാണ്ടുകളായില്ലേ? അവരെ ഒന്നിച്ചു പറഞ്ഞാൽ ആർക്കും തിരിയലോ, സുന്നികളിലെന്നോ മുസ്ലിമീങ്ങളിലെന്നോ പറഞ്ഞാൽ അവരെ ആർക്കും ബോധ്യപ്പെടും. നേരെ മറിച്ച് ഈ കുടുംബത്തിന്റെ ലൈനിൽ നിന്ന്, ഇവർ സഞ്ചരിച്ചു വന്ന സരണിയിൽ നിന്ന്, പ്രചാരപ്പെട്ട അവരുടെ പരമ്പരാഗതമായ മാർഗത്തിൽ നിന്ന് ആരേതു കാലത്ത് വ്യതിചലിച്ചാലും അവരെ തിരിച്ചറിയണമെങ്കിൽ അവർക്കൊരു തിരിച്ചറിവിന്റെ നാമം വേണം. ഈ ഒരടയാളം മാത്രം മനസ്സിലാക്കിയാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ച് ആരാണെന്ന കാര്യത്തിൽ ആളുകൾക്ക് സംശയമുണ്ടാകാൻ ഒരിടയുമില്ല. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ, മാലിക്കി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനും ഇമാമുമായ മുഫസ്സിറും മുഹദ്ദിസുമെല്ലാമായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു നല്ല വാക്യമുണ്ട്. മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, മൻ അഹ്ലുസുന്ന യാ അബാ അബ്ദില്ല, അബൂ അബ്ദില്ല, ആരാണ് അഹ്ലുസുന്നത്ത് സുന്നികൾ എന്ന് പറയുന്നത്? മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അതിന് നൽകിയ മറുപടി, അല്ലദീന ലൈസ ലഹും ലഖബുൻ യഅരിഫൂനഹു ബിഹി. ഈ ഒരു വിഭാഗത്തെ ഏതൊരു ലഖബുണ്ട്, അല്ലദീന ലൈസ ലഹും ലഖബുൻ യഅരിഫൂന ബിഹി, ഏതൊരു സ്ഥാനപ്പേര് കൊണ്ടോ വാൽനാമം കൊണ്ടോ അറിയപ്പെടാത്ത വിഭാഗം ആരാണ്? അവരാണ് അഹ്ലുസുന്നത്ത് എന്ന് പറയുന്നത്. മഹാനവർകൾ അതൊന്നുകൂടി വിശദീകരിച്ചു. ലാ ജുഹമി വലാ റാഫിലി വലാ ഖദിരി. ഖദിരി എന്ന് പറയണ്ട, ജുഹമി എന്ന് പറയണ്ട, റാഫിലി എന്ന് പറയണ്ട. ഇതൊന്നും പറയാഞ്ഞാലും തിരിയുന്നവരാരാണോ അത് അഹ്ലുസുന്നത്ത്. ഈ പറയുന്നത് ഒരു വലിയ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു ചിഹ്നമാണ്. സമൂഹത്തിന്റെ ഈ സത്സരണിയിൽ നിന്ന് മാറി നിൽക്കുന്നവരെയൊക്കെ അറിയപ്പെടണമെങ്കിൽ അവർക്ക് ഈ സമൂഹം തറവാടിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ നൽകിയിരിക്കുന്ന പേര് പറഞ്ഞെങ്കിലേ അറിയും. ഇപ്പൊ ഇവിടെ ഒരു പ്രസംഗം നടക്കുമ്പോൾ പരമ്പരാഗതമായി നടന്നു വരുന്ന വാഴമോ വിഷയങ്ങളോ അല്ല, ഇതുവരെ കേൾക്കാത്ത പുത്തൻ വിഷയങ്ങളോ